ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉരുളക്കിഴങ്ങും സോയാ ചങ്ക്സും വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചോറിലേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് പാനിൽ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സോയാ ചങ്ക്സും ഉരുളക്കിഴങ്ങൊക്കെ ഒരു പകുതി വേവാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് വേവിക്കരുത്, ഇതുപോലെ ഒരു ഹാഫ് വേവ് ആവുന്ന സമയത്ത് ഊറ്റി മാറ്റണം. ഇനി ഇത് ചൂടാറിയ ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മൊരിയിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വേവിച്ചെടുക്കുന്നത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ മൊരിയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒന്ന് ഹാഫ് വേവ് ആക്കിയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മൊരിയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കണ്ടു നോക്കാം. റാണിയ യൂത്ത് ഗോൾഡ് എന്ന ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ചർമ്മ സംരക്ഷണത്തിൽ 100% ഹലാലായിട്ട് നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് റാണിയ യൂത്ത് ഗോൾഡ്. മലേഷ്യയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹലാൽ ലാബിലാണ് ഈ ഒരു റാണിയ യൂത്ത് ഗോൾഡിൻ്റെ നിർമ്മാണം. ഇതിലെ എല്ലാ പ്രോഡക്ട്സും ആൽക്കഹോൾ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റും ചെയ്തതാണ്, അതുപോലെ തന്നെ വെജിറ്റേറിയനും ആണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ഹാംഫുൾ അല്ല. അപ്പോൾ നന്നായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബ്രാൻഡാണ് റാണിയ യൂത്ത് ഗോൾഡ്. പിന്നെ ഈ ഒരു റാണിയ യൂത്ത് ഗോൾഡിന്റെ സ്കിൻ കെയർ ശ്രേണിയിൽ 24K ഗോൾഡും അതുപോലെ വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് 24K ഗോൾഡ് എസൻസ് ആണ്. റാണിയ യൂത്ത് ഗോൾഡിന്റെ പ്രൈമർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് ആണിത്. നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡ്യൂയി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധിക്കും. അപ്പോൾ മേക്കപ്പിന് മുമ്പ് പ്രൈമറായിട്ട് ഈ ഒരു 24K ഗോൾഡ് എസൻസ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് റാണിയ യൂത്ത് ഗോൾഡിന്റെ CC ക്രീം ആണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു CC ക്രീം കിഡും ആണ്. അതുപോലെ തന്നെ SPF 50+ ആണ്. ലൈറ്റ് ഫൗണ്ടേഷൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊരു ബ്യൂട്ടി കോൺഷ്യസ് ആണെങ്കിൽ, സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റും കൂടെയാണ്. അതുപോലെ ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലൊക്കെ നിങ്ങൾക്ക് 50% ഓഫറിൽ ഇത് അവൈലബിൾ ആണ്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്, വാങ്ങി ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം മിക്സ് ചെയ്ത് ഇതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം സവോളയും ഒരു 5-6 വെളുത്തുള്ളി തൊലിയോട് കൂടെ ചതച്ചതും 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് നീര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സിങ്ങിലാണ് നമ്മുടെ ഈ ഒരു ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരിക. അപ്പോൾ തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കൺട്രോൾ ചെയ്തിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചോറിലേക്ക് ഇതുപോലെ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്